അഭിമാനിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യലുണ്ടായാൽ ഈ സംസ്ഥാനത്തിന്റെ മതേതരത്വത്തിന് ആക്രമിക്കലാവും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മണിപ്പൂർ കലാപത്തിന്റെ സൃഷ്ടാക്കൾ അത് പ്ലാൻഡ് പ്രോഗ്രാം ആയിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അത് കേന്ദ്ര സർക്കാരാണ്, അത് പ്രധാനമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്തെ നിലവിലുള്ള ഭരണക്രമത്തിൽ അവകാശങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ കോടതിയായാലും ഭരണകൂടമായാലും നന്നായി പഠിക്കണ്ടേ? പക്ഷെ പഠിച്ചിട്ട് ഇടപെട്ടത് എന്താ കാര്യം? അവരാഗ്രഹിച്ചതായിരുന്നു. പരസ്പരം ബന്ധുവെണ്ണീറാവുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ രണ്ടുദ്ദേശങ്ങളാ. ഒന്ന്, സംസ്ഥാനത്തിനെ വരിഞ്ഞു നിർത്തുക. രണ്ട്, മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക. മൂന്ന്, മറ്റു മതവിഭാഗങ്ങൾക്ക് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഇതായിരിക്കും സർക്കാരിന്റെ നിലപാടെന്ന് പ്രഖ്യാപിക്കലും കൂടിയാണ്. ഗുജറാത്ത് കലാപത്തെ കുറിച്ചോ ഉത്തർപ്രദേശിലെ ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മണിപ്പൂർ ഒരു സൂചികയാണ്. ആ മണിപ്പൂർ സൂചികയാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കരുതലോടെ വോട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് അപകടം എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ 100 പേർ ഒരു ഭാഗത്ത് ഭൂരിപക്ഷമെന്ന് നിൽക്കുമ്പോൾ ഒരാൾ ആണ് നിരാലംബനായി ഇപ്പുറത്ത് നിൽക്കുന്നുവെങ്കിൽ ഇടതുപക്ഷ മനസ്സ് ആ ഒരാളോടൊപ്പമായിരിക്കും. അത് ക്രിസ്തുവിന്റെ മനസ്സാണ്. 99 ആടുകളെയും 99 ആടുകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ഒരാളിനെ അന്വേഷിച്ചു പോകുന്ന ക്രിസ്തുദേവന്റെ മനസ്സുണ്ടല്ലോ, അതാണ് ഇടതുപക്ഷ മനസ്സ്. ആള് കൂടുന്നിടത്ത് കൊടി ഉയർത്തുകയല്ല, ആള് കൂടുന്നിടത്ത് അഭിപ്രായം പറയുകയല്ല, ആള് കൂടുന്നിടത്ത് ഞാനുണ്ട് എന്ന് ഉറപ്പിക്കലല്ല, ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. ന്യൂനപക്ഷത്തോടൊപ്പം അവന്റെ അവകാശങ്ങൾ ധ്വനിക്കപ്പെടുമ്പോൾ, അവന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ, അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആളില്ലാതാകുമ്പോൾ നിരാലംബർക്കൊപ്പം നിൽക്കുന്ന മനസ്സാണ് കമ്മ്യൂണിസ്റ്റ് മനസ്സ്. ആ മനസ്സാണ് മണിപ്പൂരിൽ നാം എടുക്കുന്ന നിലപാട്. ആ മനസ്സാണ് ഗുജറാത്ത് കലാപത്തിൽ നാം എടുക്കുന്ന മനസ്സ്. ആ മനസ്സാണ് ബാബറി മസ്ജിദ് വിഷയത്തിൽ നാം എടുത്ത മനസ്സ്. ആ മനസ്സാണ് കേരളത്തിലെ ഏത് കാര്യങ്ങളിലും ഇടതുപക്ഷം എടുക്കുന്ന മനസ്സ്. അവിടെ നമുക്ക് എന്ത് ലാഭമുണ്ടാകും എന്നുള്ളതല്ല, നഷ്ടമുണ്ടാകും. ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കുന്നതാണ് പൊതുവെ രാഷ്ട്രീയ ലാഭം. കോൺഗ്രസ് അതാ ഞാൻ സൂചിപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കയ്യബദ്ധം പറ്റിയാൽ ഈ രാജ്യത്ത് BJP ഗവൺമെന്റ് മൊത്തത്തിൽ വരരുത് എന്ന് ഇവിടെ നമുക്ക് വരവരച്ച് നിർത്താൻ കഴിയൂ? നമ്മൾ പലയിടത്തും മതേതരത്വ ചിന്തയുള്ളവരെ കോൺഗ്രസിനെ പോലും കൂട്ടി അവർക്ക് നിലപാടില്ല, ഒരുമിച്ച് നിൽക്കില്ല, പാതി വഴിക്ക് ഉപേക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഗോവയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു 3 വർഷം മുമ്പുള്ള ചരിത്രം. അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാവരും അങ്ങ് ചേർന്ന് BJP കൈപ്പത്തി മത്സരിച്ചവരാ, BJPക്കെതിരെ സംസാരിച്ചവരാ, മതേതരത്വം പറഞ്ഞവരാ, രാജ്യത്തെക്കുറിച്ച് ആശങ്കയുള്ളവരാ. പക്ഷേ പണം കണ്ടപ്പോഴോ പ്രലോഭനം കണ്ടപ്പോഴോ രാഹുൽ ഗാന്ധിയെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് അവരെല്ലാം BJP കൂടാരത്തിൽ പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിക്കുന്നവരെല്ലാം വിളിച്ചു. ഹിന്ദുവിനെ വിളിച്ചിട്ട് ഭഗവത്ഗീത കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നാണ് പെറ്റമ്മയാണ്, ദൈവമാണ്, ദേവാരാണ്, ഞാൻ പാർട്ടി വിടില്ല. ബൈബിളിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, ഖുറാനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. എന്നിട്ടും ബലമുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഏതെങ്കിലും ഘട്ടകാലത്തിന് BJP വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ വരാതിരിക്കാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ഇടതുപക്ഷം ചെയ്യുകയാണ്. ഏത് കള്ളനും കൊള്ളക്കാരനുമായി നാം കൂട്ടുകൂടുകയാണ്, ഏത് ചെകുത്താനോടും വേദി പങ്കിടുകയാണ്. കാരണം രാജ്യത്ത് അപകടകരമായ പൊതുശബ്ദം BJPയെ മാറ്റി നിർത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ ആ പാർലമെന്റ് രംഗത്ത് ചടുനിലയോടെ പ്രവർത്തിക്കാനും വർത്തമാനം പറയാനും ആളുകൾ ഉണ്ടാവണം, ആണുങ്ങൾ ഉണ്ടാകണം. ശശി തരൂരിനെ വിശ്വസിച്ച് നമുക്ക് അയക്കാൻ പറ്റുമോ? പാർലമെന്റിലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് മറന്നുപോയോ? പറഞ്ഞു വരുമ്പോ അദ്ദേഹം BJP ആവുമോ? അത് ബാബറി മസ്ജിദ് കാര്യത്തിലായാലും അദ്ദേഹം അവസാനം ചോദിച്ചല്ലോ, ഇതൊക്കെ നേരത്തെ അങ്ങ് പള്ളിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ പോരായിരുന്നു, അവിടെ അമ്പലം വെച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിയായ നിലപാടില്ലാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് കഴിഞ്ഞ 10-20 വർഷമായി മുന്നോട്ട് പോകുന്നു. ആ നിലപാടിന്റെ വക്താക്കളായി ശശി തരൂരിനെ പോലുള്ളവർ വരുമ്പോ അവരെ പ്രതീക്ഷിച്ച് പാർലമെന്റിൽ നിരാലംബർക്കും നിരാശ്രയർക്കും അത്താണിയാകുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും വോട്ട് ചെയ്താൽ, അങ്ങനെ വിജയിച്ചാൽ അടുത്ത 5 വർഷം എന്താ സംഭവം? നിങ്ങൾ മറ്റൊന്ന് ചിന്തിക്കൂ. BJP ചില കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്ക്, നിൽക്കട്ടെ.
ശരിയെന്ന് സമ്മതിച്ചു തരാം, ഇരിക്കട്ടെ. പക്ഷേ ഇവർക്ക് കണ്ണിനെന്തോ തിമിരമുണ്ട്. ഈ ദൂരദർശന്റെ ലോകയുടെ നിറം മാറ്റിട്ട് എന്ത് കിട്ടാനാ? ഒന്നും മനസ്സിലായില്ല. ഞാൻ ഞെട്ടിപ്പോയി. 4 ദിവസമായി ദൂരദർശന്റെ നിറം ഒന്ന് മാറ്റി. ഒരു കാര്യം മനസ്സിലാക്കണം, മതങ്ങളിൽ ഏറ്റവും വിശാല ഹൃദയമുള്ളത് ഹിന്ദുക്കൾ എന്നാ പറയുന്നത്. ആ വാചകം തന്നെ അതിഥി ദേവോ ഭവ, അതിഥിയായി വരുന്നവൻ ദൈവമെന്ന സങ്കല്പം. ഞാനൊരു ഹിന്ദു വിശ്വാസിയാ, ഒരു അമ്പല സെക്രട്ടറിയാ ഞാൻ. പക്ഷെ നമ്മളെ സംഘപരിവാറിനൊരു കുഴപ്പമുണ്ട്. അവർക്ക് കാവി നിറമല്ലാതെ മറ്റൊന്നും പറ്റൂല. കാവിയും പച്ചയും നീലയും കറുപ്പും വെള്ളയും മഞ്ഞയും പിങ്കും വയലറ്റും ഒക്കെ ചേരുമ്പോഴേ ഒരു ചന്തമുള്ളൂ. പച്ച മാത്രമായ ചന്തമുണ്ടോ? വെള്ള മാത്രമായ ചന്തമുണ്ടോ? കാവി മാത്രമായ ചന്തമുണ്ടോ? ഒരു പൂന്തോട്ടം ഭംഗിയാകണമെങ്കിൽ വ്യത്യസ്തങ്ങളായ പൂക്കളുടെ മനോഹാരിത നിറഞ്ഞാൽ മാത്രമേ അതൊരു പൂന്തോട്ടമാകൂ. ഇത് എന്ത് കാര്യത്തിലും അന്ധത. അങ്ങനെ ഭ്രാന്ത് പിടിച്ചവന്മാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ കൂടി ഈ ദൂരദർശന ലോകയെ മാറ്റി നിറം കാവിയാക്കി. എന്ത് കിട്ടി? ആശങ്ക ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കാനല്ലാതെ ഏതെങ്കിലും ഹിന്ദുവിന് സുഖം കിട്ടിയോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഹിന്ദുവാണ്. ഈ പറയുന്ന സംഘ പരിവാറുകളെക്കാൾ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഹിന്ദുവാണ് ഞാൻ. എനിക്കൊരു സുഖവും തോന്നിയില്ല. അത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായത് കൊണ്ടോ അല്ലെങ്കിൽ മതേതരത്വം ചിന്തിക്കുന്നോ കൊണ്ടല്ല. ഒരു